അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വചനം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇവിടെ പൗലോസ് ആത്മീയ വളർച്ചയിൽ ഏറ്റവും മുന്നേറ്റമുള്ള സഭയായിരുന്ന കൊരിന്ത് സഭയോട് പറയുകയാണ്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പൗലോസ് പറഞ്ഞത്? അവർ ജഡികമായ ആയുധങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ ഇതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പൗലോസ് പറഞ്ഞു, ആ ആയുധം ഉപയോഗിച്ചൊരിക്കലും നിങ്ങൾക്ക് കോട്ടകളെ തകർക്കാൻ കഴിയില്ല. ഏത് കോട്ട തകരണമെങ്കിലും, അത് ജെറിക്കോ കോട്ടയാണെങ്കിലും, അവർ ജഡിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോയി ആ കോട്ടയെ തകർക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവർ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കോട്ടയ്ക്ക് ചുറ്റും കടന്നു ചെന്ന് അവസാനം കോട്ടയുടെ മുമ്പിൽ ആർപ്പിടുമ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോട്ട തകർന്നു വീഴുന്നത് കാണാൻ കഴിഞ്ഞു. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പറയേണ്ടത്. അടുത്ത ബൈബിൾ വചനം ഇങ്ങനെയാണ്, അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ സങ്കല്പങ്ങൾ, പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ച, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയെന്നാണ്. ഇവിടെയാ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, ഇതിനപ്പുറമാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് നൽകിയിരിക്കുന്നത്, ക്രിസ്തുവിനോടുള്ള അനുസരണം. പ്രിയമുള്ളവരെ, കോട്ടകളെ ഇടിക്കണമെങ്കിൽ ക്രിസ്തുയേശുവിന്റെ മനോഭാവം വേണം. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ജഡത്തിൽ ഏറ്റവന്റെ മനോഭാവം നിങ്ങൾക്കൊരായുധമായി വരട്ടെ. ജഡത്തില് എന്ത് ചെയ്തു? കഷ്ടമനുഭവിച്ചത് കാൽവരി ക്രൂശിൽ യേശുവ. പരാതിയില്ല, പരിഭവമില്ല. കോട്ടകളെ ഇടിക്കാൻ തക്കവണ്ണം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി 2 തടിക്കഷത്തിൽ 3 ആണിമേൽ പിടഞ്ഞ് അവന്റെ ശരീരം കീറിമുറിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ പരാതിയില്ലാതെ പിശാചിന്റെ തലയെ തകർത്തു. ബൈബിൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. വിജയ ശ്രീലാളിതനായി വിജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇവിടെയാ പോരാട്ടം വെളിപ്പെടുന്നത്. കോട്ടകളെ തകർക്കാൻ കഴിയുന്ന ആയുധം പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ആത്മാവിൽ നിങ്ങൾ ആയുധവർഗം ധരിക്കണം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈ ആയുധം ദുഷ്ടനെതിരെയാണ്, പാപത്തിനെതിരെയാണ്, ലോകത്തിനെതിരെയാണ്, നമ്മുടെ ചിന്തയ്ക്കെതിരെയാണ്, നമ്മുടെ സംസാരത്തിനും നമ്മുടെ പ്രവർത്തനത്തിനും എതിരായിട്ടുള്ള സകലതും മാറ്റി പരിശുദ്ധാത്മാവിലുള്ള അനുസരണത്തിലേക്ക്, ക്രിസ്തുവിനുള്ള കൂട്ടായ്മയുടെ അനുസരണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ ഒരു ആത്മീയ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ ചേർക്കുന്നത്. നമ്മൾ കോട്ടകളെ ഇടിക്കാൻ നമ്മൾ നോക്കണ്ട, നമ്മളിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. രോഗം, പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ചില രോഗങ്ങൾ, അത് തൊണ്ടയിലാകട്ടെ, അത് വയറിന്റെ അകത്താകട്ടെ, അത് ശരീരത്തിൽ എവിടെയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗത്തെ വിടിവിക്കാൻ കഴിയുന്ന
യേശുവിന്റെ പ്രവൃത്തി അത് ആ കോട്ട, ആ ബന്ധനം, ആ പ്രശ്നം പരിഹരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ ഭവനത്തിലുള്ള ചില കെട്ടുകൾ, ചില രോഗത്തിന്റെ അസ്വസ്ഥതകൾ, ചില കുടുംബത്തിന്റെ വിഷയങ്ങൾ, ഇതാ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കോട്ടകളെ പൊളിക്കും കർത്താവ്. കർത്താവേ, നിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ പ്രത്യേക കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ, അവർ ഈ ലോകത്തിന്റെ ചിന്തയിലേക്ക് പോകുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന, വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമ്പോൾ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തിയും കൃപയും പകരും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.